അതിപ്പോ ആര് പദവി കൊടുത്താലും നമ്മുടെ മനസ്സിലാണ് നമ്മൾ പദവി കൊടുക്കേണ്ടത്. പ്രിയപ്പെട്ട മലയാളി സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ മലയാളികളാക്കി വളർത്തുക. തീർച്ചയായിട്ടും ഈ മലയാളത്തിന് ഒരു വിശ്വഭാഷയാവാൻ കഴിയുന്ന ഒരു ദിവസം വരും. വരും വരും വരവദ്ദിനം നാടിൻ്റെ നാവനങ്ങിയാൽ ലോകം ശ്രദ്ധിക്കും കാലം വരും എന്ന് ആദ്യത്തെ ജ്ഞാനപീഠം ജേതാവായ, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജ്ഞാനപീഠം ജേതാവായ മഹാകവി കുറിപ്പ് പാടിയത് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. സ്വന്തം ഭാഷ ഇപ്പോഴും പ്രാഥമിക വിദ്യാലയങ്ങളിൽ ഉപഭാഷ അല്ല എന്നതാണ് ശ്രദ്ധിക്കുന്നത്. അതിലേക്ക് ഒരു ബില്ല് നിയമസഭയിൽ പാസാക്കണം എന്ന് വന്നിട്ട് ഒരു പാർട്ടിയും, ഈ വലിയ കോലാഹലങ്ങൾ എന്നത് സൃഷ്ടിക്കുന്ന ഒരു പാർട്ടിയും ഇതുവരെ അതിന് മുൻകൈ എടുത്തിട്ടില്ല. ഈ സ്വന്തം ചരിത്രവും പാരമ്പര്യവും എഴുതപ്പെട്ടിരിക്കുന്ന ആ ഭാഷ അറിഞ്ഞിരിക്കുന്നത് അവനവൻ്റെ വ്യക്തിത്വ വികസനത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്നുള്ളതിനകത്ത് ഈ ഒരു അവബോധം ഇതൊരു ഒരു ഒരു നങ്കൂരം പോലെ, ഒരു ആങ്കർ പോലെ നമ്മുടെ ഉള്ളിൽ കിടക്കും. ഇത് തികച്ചും സന്തോഷകരമായ ഒരു അറിവാണ്. അയർലൻഡിലെ മലയാളികൾ മലയാളം എന്ന പേരിൽ ഒരു പ്രസ്ഥാനം നടത്തുന്നു. മലയാളികൾ കൂടിയിരുന്ന് മലയാള ഭാഷയെക്കുറിച്ചും മലയാള സാഹിത്യത്തെക്കുറിച്ചും മലയാള കലകളെക്കുറിച്ചും സംസാരിക്കുന്നു, ആശയവിനിമയം നടത്തുന്നു. തീർച്ചയായിട്ടും എന്നിപ്പോൾ അറിഞ്ഞാൽ വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. മലയാള ഭാഷയ്ക്ക് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചിരിക്കുകയാണ്. ഈ ഭാഷയില് പാട്ടുകൾ പാടാൻ സാധിക്കുന്നത്, ഈ ഭാഷയായി ചേർന്നുള്ള ഈണങ്ങൾ പാടാൻ സാധിക്കുന്നത് ഒരു ഗായിക എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും ഒക്കെ തരുന്നതാണ്. ഇതൊന്നും അറിഞ്ഞത് പൊന്നാര പൂങ്കുയിലേ, ഏനുണ്ടോടി അമ്പിളിച്ചന്തം, ഏനുണ്ടോടി താമരച്ചന്തം, ഏനുണ്ടോടി മാരിവിൽ ചന്തം, ഏനുണ്ടോടി മാമഴച്ചന്തം, കമ്മലിപ്പോ